കളിമണ്ണ് ഒരു ചക്രത്തിൽ വെച്ച് മെനയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന് റൗണ്ടായിട്ട് ഒരു ഷേപ്പും ഇല്ലാതെയാണ് ആദ്യം വരുന്നത്. പിന്നീട് കുറച്ച് മൂർച്ചയുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ടാണ് കുശവൻ അതിനകത്തുനിന്ന് കുറേശ്ശെ തോണ്ടി ഇങ്ങനെ കാർവ് ചെയ്ത് ഇങ്ങനെ എടുക്കും. അപ്പോഴാണ് മനോഹരമായ ചിത്രപ്പണികളോ ഡിസൈനൊക്കെ അതിനകത്തുണ്ടാവുന്നത്. ഇതിനെയാണ് ഈ കുത്തുക എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ കുറച്ച് ഈഗോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് ഞാൻ ആരോ ആണെന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് അഭിമാനം, ഇതൊക്കെ ഇങ്ങനെ പതുക്കെ കർത്താവ് ഇങ്ങനെ തോണ്ടുന്ന എന്തിനാണെന്നറിയാമോ? കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ഡിസൈൻ അതിനകത്ത് കർത്താവ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വെറുതെ ഇങ്ങനെ ഒരു പ്ലെയിനായിട്ട്, അല്ലെങ്കിൽ ഞാൻ വെറുതെ ഒരു വിശ്വാസിയായിട്ട് ഇരിക്കണമെന്നായിരിക്കും നിങ്ങളുടെ ആഗ്രഹം. എല്ലാം നന്നായിട്ട് പോയി സമാധാനമായിട്ടിരിക്കണം. പക്ഷേ കർത്താവ് നോക്കുന്ന കുഞ്ഞെ, നിനക്കൊരു മനോഹാരിതയുണ്ട്, നിൻ്റെ ഉള്ളിലൊരു മനോഹാരിത ഒളിഞ്ഞിരിപ്പുണ്ട്. അത് പുറത്തോട്ടൊന്ന് വരണം. അതിന് വേണ്ടിയിട്ടാണ് കർത്താവ് ഇതുപോലെ കുത്താനായിട്ട് ഓരോ ആൾക്കാരെ വിടുന്നത്. ഇത് കർത്താവ് വെറുതെ നമ്മോട് പറഞ്ഞിട്ട് പോവുക, അല്ലെങ്കിൽ കർത്താവ് ഈ കാര്യങ്ങൾ നമുക്ക് തിയറട്ടിക്കലല്ല. ഇത് കർത്താവ് തൻ്റെ ജീവിതത്തിൽ വ്യക്തമായിട്ട് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്.